22ഓളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഏതായിരിക്കും ബെസ്റ്റ് കൺട്രി തോന്നിയിട്ടുള്ളത്? ഓരോ കൺട്രിക്ക് ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് എനിക്ക് എല്ലാ കൺട്രീസും ഞാൻ ആ കൺട്രി പോയിട്ട് കൺട്രിയുടെ അബ്സോർബ് ചെയ്യുന്ന ആളാണ്. ഫസ്റ്റ് കൺട്രി പോയത് ഞാൻ തായ്ലൻഡാണ്. എനിക്ക് തായ്ലൻഡ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ പൈസയ്ക്കും അവരുടെ വാല്യൂ ഉണ്ട്. വാല്യൂ ഇൻ ദ സെൻസ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഫുഡ് ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാം. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് തായ്ലൻഡ്. അപ്പം ഇതുവരെ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് ഫസ്റ്റ് തായ്ലൻഡ്. പിന്നെ യൂറോപ്പ് കൺട്രീസിൽ പോയ സമയത്ത് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ അതേപോലത്തെ ഫെസിലിറ്റീസ് ഒക്കെ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്നു. ഞാൻ യൂറോപ്പിൽ കുറേ ഒരു 3 ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്പിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും യൂറോപ്പിൽ ഒരു 10 കൺട്രി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു കൺട്രി ടു അടുത്ത കൺട്രിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവില്ല. അതായത് നമ്മൾ അടുത്ത കൺട്രിയിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ എല്ലാം ഒരു സിറ്റി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ അതിലും കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയാണ്. ആക്ച്വലി നമ്മുടെ യൂറോപ്പിൽ 10 കൺട്രി കാണുന്നതിനെക്കാട്ടും നമ്മൾ ഒരു കേരളത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റയർലി ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഡിഫറെൻറ്റ് സ്ഥലത്തേക്ക് പോകുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇന്ത്യയിൽ ഫുൾ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ യൂറോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലെ ഫുൾ കൺട്രീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്.